Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ പാലക് ചീരയും പനീറും അരിയും വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ പാലക് പനീർ പുലാവ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഒരു കപ്പ് ബാസ്മതി റൈസ് എടുക്കാം. അത് ഒരു 10 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. പിന്നെ ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ക്യൂബ്സായി മുറിക്കുക, വറക്കൊന്നും വേണ്ട. പിന്നെ പാലക് ചീര ഇതുപോലെ ഒരു പിടി ആണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചതാണ്. എന്നിട്ട് അത് ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് ഒരു കപ്പ് വെള്ളവും ചേർത്ത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 5 ഗ്രാമ്പു, 2 ഏലക്കായ, 2 കഷ്ണം പട്ട, 1 സ്പൂൺ ജീരകം, പിന്നെ ഒരു കറുത്ത ഏലക്കായ, ഒരു ബേ ലീഫ്, പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും, 2 പച്ചമുളക് നെടുവേ കീറിയതും ഇട്ടിട്ട് ഇത് ഒരു തരി ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വഴറ്റിയെടുക്കണം. ഉള്ളി ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരിയൊക്കെ കഴുകി മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലക്കിൻ്റെ അരച്ച ആ മിക്സ്ചർ ഇതിലേക്ക് ഒഴിക്കാം. ഇതിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചതെന്ന് ഓർക്കണം. ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം 1 ടീസ്പൂൺ ഉപ്പേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ച അരി കൂടി അതിൽ ചേർത്ത് കൊടുക്കുക. അരിയൊന്ന് അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പനീറൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടി ഒരുമിച്ചാണ് ഇനി വേവാൻ പോണത്. നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് വെച്ചിട്ടുണ്ടാവേണ്ടത്. ഒരു ഫ്ലേവറിനായിട്ട് 2-3 തണ്ട് പുതിനയിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അരി കുതിർത്ത കാരണം പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഓരോ അരിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങൾ യുക്തി പോലെ ചെയ്താൽ മതി. ഞാനപ്പോൾ ഒരു 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. പാലക് പനീർ ഒരു കറിയും പിന്നീട് അതിനുള്ള ചോറും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് പകരം ഈ ഒരു വിദ്യ ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.